ദോസ്തോവ്സ്കിയെ നമുക്ക് പരിചയമുണ്ട്. ലോകം കണ്ട ഏറ്റവും നല്ല എഴുത്തുകാരിൽ ഒരാൾ. അദ്ദേഹത്തിൻ്റെ മരണസമയത്തെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. ദോസ്തോവ്സ്കി മരിക്കാൻ കിടക്കുമ്പോൾ അന്നയും മക്കളും കട്ടിലിന് ചുറ്റും നിൽക്കുക. പെട്ടെന്ന് ദോസ്തോവ്സ്കി ഇളയ മകനോട് പറയാണ്, പോയി ബൈബിൾ എടുത്തുകൊണ്ട് വാ. ലൂക്കയുടെ സുവിശേഷം 15-ാം അധ്യായം. കൊച്ച് അത് എടുക്കുമ്പോൾ അവനോട് പറയും, മോനെ ആ ധൂർത്തുപുത്രൻ്റെ ഭാഗം വായിക്കുക. അവനിങ്ങനെ വായിച്ചു പോവുകയാണ്. വായിച്ച് ഈ ഒരു വചനത്തിലെത്തുകയാണ്. അപ്പോൾ അപ്പൻ മനസ്സലിഞ്ഞ് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും മേലങ്കിയും ധരിപ്പിച്ചു. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദോസ്തോവ്സ്കിയുടെ കണ്ണുകളിലൂടെ ഇങ്ങനെ കണ്ണുനീര് ധാരയായിട്ട് ഒഴുകാൻ തുടങ്ങി. ശാന്തമായി കണ്ണുകൾ അടച്ചുകൊണ്ട് അവനിങ്ങനെ പറഞ്ഞു, അപ്പോൾ ഈ പിതാവ് എന്നെയും സ്വീകരിക്കുമായിരിക്കും. ഭൂമി കണ്ട ഏറ്റവും വലിയൊരു എഴുത്തുകാരന് ആശ്വാസമാകുന്നത് ഈ കൊച്ചു ഉപമയിലെ ഏതാനും വരികളാണ്. നമുക്ക് ഓരോരുത്തർക്കും. ഗോഡ് ബ്ലെസ് യു.